ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിക്കും കുടുംബത്തിനും താൽക്കാലികമായി താരയുടെ വീട്ടിൽ ഒരിടത്താവളം കിട്ടിയിരിക്കുകയാണ്. സമാധാനത്തോടു കൂടി അവരെന്ന് അവിടെ കിടക്കാം. ഇനിയിപ്പം ഇവിടെ നിന്നുകൊണ്ട് ഒരു വീട് കണ്ടുപിടിക്കാലോ എന്നൊക്കെയുള്ള ചിന്തയാണ്. എന്തായാലും സുരക്ഷിതമായൊരു ഇടം അവർക്ക് ലഭിച്ചല്ലോ. ഇതേസമയം താരയും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജയപാലൻ ഇത്രയൊക്കെ നടന്നതിന് ശേഷം വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. തൻ്റെ മകളുടെ കണ്ണുനീരിന് കാരണമായവരെ ഒന്നും അങ്ങനെ വെറുതെ വിടില്ല എന്നുള്ള പകയോടുകൂടി കാവേരിയുടെയും കുടുംബത്തിൻ്റെയും പിന്നാലെ തന്നെ അയാളുമുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ഇവരെവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള വിവരം ജയപാലൻ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെയും അവരെ അവിടെ നിന്ന് ഒഴിവാക്കണം. അവരെവിടെ ചെന്നാലും ഒരിടത്തും താമസിക്കാനുള്ള അവസരം കിട്ടരുത്. അവർ തിരിച്ച് പുഷ്പവാടിയിൽ തന്നെ വരണം. അങ്ങനൊരു അവസ്ഥയിലേക്ക് കാവേരിയെയും കുടുംബത്തെയും എത്തിപ്പെടുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കേട്ടോ ജയപാലൻ. അതുകൊണ്ട് തന്നെ താരയെ ഫോൺ വിളിക്കുകയാണ്. അപ്പം താരയ്ക്ക് ജയപാലനെയൊക്കെ നല്ല പരിചയമുണ്ട്. താരയും പുഷ്പവാടിയിലെ ആളായിരുന്നല്ലോ. അപ്പം ഫോൺ എടുക്കുമ്പോഴത്തേക്കും താരയല്ലേ എന്നിങ്ങനെ ഭയങ്കര ഗാനഗംഭീരത്തോടു കൂടി അയാൾ ചോദിക്കുന്നത്. അപ്പം താര ഭയന്ന് പോകുന്നുണ്ട്. താര കൂട്ടുകാരിക്കും കുടുംബത്തിനും ഇപ്പം സ്വന്തം വീട്ടിൽ ഒരു താമസ സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ കേട്ടല്ലോ. അതെന്തായാലും നല്ല കാര്യമാണ്. സ്നേഹമുള്ള ഏത് കൂട്ടുകാരിയും ചെയ്യുന്ന കാര്യം. പക്ഷേ താര ഇപ്പം കേട്ട് താമസിപ്പിച്ചിരിക്കുന്നവരെ ഈ ജയപാലന് വളരെ വേണ്ടപ്പെട്ടവരാ. അതുകൊണ്ട് ഈ നിമിഷം തന്നെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടണം. ഇല്ലെങ്കിൽ താരയ്ക്കും പല നഷ്ടങ്ങളും ഉണ്ടാകും. താരയുടെ കുടുംബം മുഴുവനും ഒരു കല്യാണം കൂടാനായിട്ട് പോയിരിക്കല്ലേ. ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ. അവരൊക്കെ തിരിച്ച് പോയ പോലെ വരണമെന്ന് താരയ്ക്കും കാണില്ലേ ആഗ്രഹം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പം ജയപാലൻ്റെ ഭീഷണിയിൽ ആ പാവം പെൺകുട്ടി ശരിക്കും ഭയന്ന് പോവാ. എത്രയും വേഗം കൂട്ടുകാരെയും കുടുംബത്തെയും അവിടെ നിന്ന് പുറത്താക്കിയ താരയ്ക്ക് തുടർന്നും ഇതുപോലെ സമാധാനത്തോടു കൂടി ജീവിക്കാം. അല്ലെങ്കിൽ ഈ ജയപാലൻ ആരാണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ച് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഫോൺ വെക്കാൻ കേട്ടോ അയാള്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ താര ഭയന്ന് വിറച്ചു പോവാണ്. സമയം ഗംഗയും വിനീതും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. വിനീതേട്ട, എത്രയും വേഗം നമുക്കൊരു വീട് കണ്ടെത്തണം. എത്ര ദിവസം താരയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് സാധിക്കും? നാളെ തന്നെ വീട് കിട്ടിയാൽ അത്രയും വേഗം നമുക്ക് മാറണം എന്ന് പറയാം. അപ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട്, ഗംഗെ, അതൊക്കെ അത്ര എളുപ്പമാണോ? ഈ നാട്ടിൽ ആരെയും എനിക്കൊരു പരിചയമില്ല. ആൾക്കാരെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിലല്ലേ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കൂ. എൻ്റെ വിനീതേട്ട, താര പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, വീടൊക്കെ കണ്ടെത്തി തരാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന്. അവൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുക. ഇതേസമയം പെട്ടെന്ന് ടെൻഷനോട് കൂടി താര ഗംഗയുടെ അടുത്തേക്ക് വരിക. എന്താ താരേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പം ഗംഗ ചോദിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അപ്പോൾ പറയാം. എന്താ കാര്യം എന്ന് ഗംഗ ചോദിക്കുകയാണ്. എടി, നിങ്ങൾ വീട് അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറയാം. ഞങ്ങളിന്ന് വന്നതല്ലേ ഉള്ളൂ, നിനക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങളൊക്കെ. വീട് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറയാം. എത്രയും വേഗം നിങ്ങൾ വീട് കണ്ടുവെത്തണം. ദേ, മറ്റന്നാൾ എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയൊക്കെ മടങ്ങി വരിക. അപ്പം നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. എത്രയും വേഗം വീട് കണ്ടെത്തിയേ പറ്റൂ എന്ന് നിർബന്ധപൂർവ്വം താര പറയണം. അപ്പം അവളുടെ ഭാവമാറ്റം കാണുന്ന ഗംഗയ്ക്ക് സംശയം തോന്നുക. അത് പിന്നെ വീട് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എത്രയും വേഗം വീട് കണ്ടെത്തി നാളെ തന്നെ മാറുവാണേ അത്രയും നല്ലത് എന്ന് പറഞ്ഞിട്ട് താര അങ്ങനെ കയറി പോവാണ് കേട്ടോ. ഇവൾക്കിത് എന്തു പറ്റി? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ നേരത്തെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഗംഗ നിൽക്കുക. പെട്ടെന്ന് വിനീത് വന്ന് ചോദിക്കുക, എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട് വിനീതേട്ടാ. താര നന്നായിട്ട് ഭയന്നതുപോലെയാണ് എന്നോട് സംസാരിച്ചത്. ആ ജയപാലൻ നമ്മുടെ പിന്നാലെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളോട് എത്രയും വേഗം ഇവിടുന്ന് മാറണമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് മാറണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ട് മാറുമെങ്കിൽ നമുക്കൊരു വീട് ഇതുവരെയും കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കാം. ഇതേസമയം ഗംഗയും വിനീതും എല്ലാവരോടും ഇക്കാര്യം പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം രാധമ്മ പറയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് പിന്നാലെ തന്നെ ജയപാലൻ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അയാൾ ആ കുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് വല്ലതും ആകുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, ഇനി ജയപാലൻ എന്തിനാ നമ്മുടെ പിന്നാലെ വരുന്നത്? പുഷ്പവാടിയിൽ പോലും നമ്മളില്ല. അയാളോട് നമ്മൾ എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം കാവേരി പറയും, അയാൾ ഇനി വെറുതെ ഇരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല അമ്മേ. ഇന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അയാൾക്ക് അത്രയേറെ അപമാനം ഉണ്ടാക്കി. അതിൻ്റെ പ്രതികാരം വീട്ടാൻ അയാൾ നമ്മുടെ പിന്നാലെ വന്നതുമാകാം. താരേച്ചിയെ ചിലപ്പം എന്തേലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാകാം ഇപ്പം താരേച്ചിയും ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പാടില്ല. നമ്മളെ സഹായിക്കാൻ തുനിഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. എത്രയും വേഗം നാളെ തന്നെ നമുക്ക് ഒരു വീട് കണ്ടെത്തി അങ്ങോട്ട് മാറണം എന്ന് പറയാം. അതൊക്കെ എങ്ങനെ
പെട്ടെന്ന് സാധ്യമാകും കാവേരി എന്ന് വിനീത അപ്പോൾ ടെൻഷനോട് കൂടി ചോദിക്കുക. വിനീതേട്ടാ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് അന്വേഷിക്കാം എന്ന് പറയാം. എനിക്കും ഇവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരോടും ഹെൽപ്പ് ചോദിക്കാം എന്ന് കാവേരി പറയണം. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനം ആവുകയാണ് കേട്ടോ. എങ്കിലും എന്തോ ഒരു പ്രശ്നം തങ്ങൾക്ക് പിന്നാലെ ഉണ്ട് എന്നുള്ള ചിന്ത ഒരു ഭയം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ രാധമയും ശാരദയും പറയുന്നുണ്ട്, നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ, ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്ന് പോയി മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം, മനസ്സിനൊന്നും ഒരു സമാധാനവും ഇല്ല, എല്ലാ കാര്യങ്ങൾക്കും തടസ്സമല്ലേ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ കാവേരി ഞാനും കൂടി വരാം എന്നും പറഞ്ഞ് കാവേരിയും രാധമ്മയും അതുപോലെ ശാരദയും കൂടിയാണ് കേട്ടോ അവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ആ ക്ഷേത്രവും അന്തരീക്ഷവും ഒക്കെ നമ്മുടെ രാധമ്മയ്ക്കും ശാരദയ്ക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, നല്ല ക്ഷേത്രമല്ലേ, നല്ല സമാധാനമുള്ള അന്തരീക്ഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി പറയും, അതച്ചമ്മേ, ഏത് അമ്പലത്തിൻ്റെ അന്തരീക്ഷം അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. അല്ല, ഈ അമ്പലത്തിൽ അച്ചമ്മ ആദ്യമായിട്ടല്ലേ വരുന്നത് എന്ന് ചോദിക്കുക. അതെ അതെ എന്ന് അപ്പം അച്ചമ്മയും വളരെ സന്തോഷത്തോടു കൂടി പറയാം. ഇതേ സമയം നമ്മുടെ അംബികാമ്മയും, അതായത് നമ്മുടെ നരൻ്റെ മുത്തശ്ശിയും അതേ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത പുതിയതായിട്ടുള്ള ആൾക്കാരെ കാണുമ്പം അംബികാമ്മ ശ്രദ്ധയോടുകൂടി അവരെ നോക്കുന്നുണ്ട്, ആരാണ് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ കാവേരി ആണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പം കാവേരിയെയും അംബികാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, തൻ്റെ നരന് എന്തുകൊണ്ടും ചേരുന്നൊരു കുട്ടിയാണല്ലോ എന്നൊക്കെ അംബികാമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് തൻ്റെ മകളെ നോക്കി നിൽക്കുന്ന അംബികാമ്മയെ ശാരദയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശാരദയാണെങ്കിൽ രാധമ്മയെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ രണ്ടുപേരും അംബികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അംബികാമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഈ നാട്ടിലെങ്ങും കണ്ടിട്ടില്ലല്ലോ, ഈ നാട്ടിൽ പുതിയതാണോ, ഈ പരിസരത്തൊന്നും കാണാത്തത് കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം രാധമ്മ പറയും, അതെ, ഞങ്ങൾ ഇവിടുത്തുകാരല്ല, അങ്ങ് പുഷ്പവാടയിൽ നിന്നാ, ഇവിടെ ഒരാവശ്യത്തിന് വേണ്ടി വന്നതാ എന്ന് പറയാം. ഇവിടെ എന്താവശ്യം എന്ന് അംബികാമ്മ അപ്പം കുശലാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദിക്കും. അപ്പോൾ ശാരദ പറയും, എൻ്റെ ഇളയ മകൾക്കൊരു അസുഖമുണ്ട്, അവൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തണം, അതിനുവേണ്ടി ഇവിടെ നിന്ന് ചികിത്സിക്കേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ നാട്ടിലേക്ക് താമസം മാറിയതാ, ഇവിടെ ഒരു വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പം രാധമ്മയോട് ശാരദയോട് അംബികാമ്മ പറയും, വീട് അന്വേഷിക്കുകയോ എന്ന് ചോദിക്കുക. അതെ. പെട്ടെന്ന് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്ന കാവേരി അവരെ തന്നെ നോക്കുക. അപ്പോൾ കാവേരി ഇങ്ങോട്ട് നോക്കുന്ന കാണുമ്പം ശാരദ, ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അതാരാ എന്ന് അപ്പോൾ അംബികാമ്മ ചോദിക്കുക. എൻ്റെ രണ്ടാമത്തെ മകളാ എന്ന് പറയാൻ കേട്ടോ. പേര് കാവേരി, അവൾ ഞങ്ങളുടെ കൂടെ വന്നതാ എന്ന് പറയാം. ആഹാ, നല്ല ഐശ്വര്യമുള്ള കുട്ടി, എൻ്റെ നരനെയാ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത്. നരനോ, അതാരാ എന്ന് രാധമ്മയമ്മ ചോദിക്കുക. എൻ്റെ കൊച്ചുമോനാ, അവന് ഇപ്പം വിവാഹപ്രായമൊക്കെ ആയേ, അവൻ എന്തുകൊണ്ടും ഇണങ്ങുന്ന ആളാണ് കേട്ടോ ഈ കുട്ടി എന്ന് ചുമ്മാ അംബികാമ്മ പറയണം. അപ്പം അതെല്ലാം കേട്ട് രാധമ്മയും ശാരദയും ചിരിച്ച് തള്ളാണ് കേട്ടോ. പെട്ടെന്ന് അടുത്തേക്ക് വരികയാണേ നമ്മുടെ കാവേരിയും. ആരാ അച്ഛമ്മ ഇത് എന്ന് ചോദിക്കുക. ഇത് അംബികാമ്മ, ഇവിടെ അടുത്ത താമസം എന്നാണ് പറഞ്ഞത്, നമ്മൾ വീട് അന്വേഷിക്കുന്ന കാര്യം അംബികാമ്മയോട് പറയുമായിരുന്നു എന്ന് പറയാം. പെട്ടെന്ന് കാവേരി ചോദിക്കും, അമ്മയ്ക്ക് പരിചയത്തിൽ വാടകയ്ക്ക് വീട് കിട്ടുന്ന സ്ഥലം വല്ലതും അറിയാവോ എന്നിങ്ങനെ ചോദിക്കുക. പെട്ടെന്ന് അംബികാമ്മ പറയും, വേറെ ഏതൊരു സ്ഥലം എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്, എൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കുന്നതാ, അവിടെ മുൻപും വാടകക്കാരുണ്ടായിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് നോക്കാം, പക്ഷേ എൻ്റെ കൊച്ചുമകനുണ്ട്, അവൻ്റെ അനുവാദം വേണ്ടി വരും, അവൻ സമ്മതിച്ചാലേ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. കൊച്ചുമോനോ, എന്താ ആളുടെ പേര് എന്ന് കാവേരി അപ്പം ചോദിക്കുക. അവൻ്റെ പേര് നരൻ എന്ന് പറയണേ. അപ്പം വിചിത്രമായൊരു പേരായതുകൊണ്ട് തന്നെ കാവേരി ഒന്നും കൂടി മനസ്സിലിങ്ങനെ പറയാം, നരൻ എന്ന് മനസ്സിൽ പറയണ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം തന്നെ വരാം, എന്നിട്ട് വീടും പരിസരവും ഒക്കെ കാണാം, അതിനുശേഷം നരനോട് സംസാരിക്കാം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരദയ്ക്കും അതുപോലെ രാധമ്മയ്ക്കും കാവേരിക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. എത്രയും വേഗം താരയുടെ വീട്ടിൽ നിന്ന് മാറണം, എന്തോ പ്രശ്നമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ളതാ. അപ്പം ശാരദ പറയും, മോളെ, നമുക്ക് എന്തായാലും ഈ അമ്മയുടെ കൂടെ പോയി ആ വീടൊന്ന് നോക്കിയാലോ, നമുക്ക് പറ്റിയ വീടാണെങ്കിൽ എത്രയും വേഗം താമസം മാറാം. ആ മോള് പറഞ്ഞതും ഇന്ന് തന്നെ വീട് മാറണമെന്നല്ലേ, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഭർത്താവൊക്കെ ഇന്ന് തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി പറയും, എന്നാൽ ശരി, നമുക്ക് 3 പേർക്കും കൂടി വീട് പോയി നോക്കാം, കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരോടും പോയി പറയാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരുടെ മുന്നിൽ വീണ്ടും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുകയാണ്. അങ്ങനെ നമ്മുടെ കാവേരിയും നരനും ഒരു കുടക്കീഴിലാകുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. ഇനി ജയബാലനല്ല, ആര് വന്നാലും കാവേരിയും കുടുംബത്തെയും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മുടെ നരൻ അവർക്കൊരു കാവലാളായിട്ട് എന്നും ഉണ്ടാകും. ഇനി അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ വരാനിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാവേരിയും കുടുംബത്തെയായിട്ട് അംബികാമ്മ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഔട്ട് ഹൗസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ അംബിക
അംബികാമ്മ കൂടെ കൊണ്ടുവരുന്ന ആൾക്കാരെയും അതാരാണ് എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് പോയി കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അപ്പോൾ അവരോട് അവിടെ വീട്ടിലേക്ക് കയറി ഇരിക്കാൻ പറയണം അംബികാമ്മ. അതിനുശേഷം മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ ഉണ്ട്. അതിന് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മുത്തശ്ശൻ്റെ മനസ്സിലും ഒരു ഭയമുണ്ട്. കാരണം നരൻ അവിടെ ഇനി ആരെയും താമസിപ്പിക്കില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ്. അപ്പം നരനെ എങ്ങനെ സമ്മതിപ്പിക്കും എന്നുള്ള ഒരു വാശി ഭയം നമ്മുടെ മുത്തശ്ശനുണ്ട് കേട്ടോ. പക്ഷെ അംബികാമ്മ പറയുന്നുണ്ട്, എനിക്ക് ആ കുട്ടിയും കുടുംബത്തേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദരി കുട്ടി, നമ്മുടെ നരൻ എന്തുകൊണ്ടും ചേരുന്ന കുട്ടിയാണല്ലേ എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയും, ഈ പ്രായത്തിലുള്ള ഏത് പെൺകുട്ടിയെ കണ്ടാലും നിനക്കങ്ങനെ തോന്നും. പക്ഷെ അവൻ്റെ മനസ്സെന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക. അതുമല്ല, ആ വീട്ടിൽ ഇനി ആൾക്കാരെ താമസിക്കാൻ അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അംബിക എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി സങ്കടപ്പെട്ടിരിക്കാം. അപ്പം മുത്തശ്ശനാണേലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷം. എന്തായാലും നമ്മുടെ കാവേരിക്കും കുടുംബത്തിനും വീട് ലഭിക്കുന്നുണ്ട്. അപ്പം നരനും കാവേരിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും